ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് CSSലെ ഒരു ലേഔട്ട് മോഡലായ ഫ്ലെക്സ് ബോക്സിനെ കുറിച്ചാണ്. അതായത് CSS ഉപയോഗിച്ചിട്ട് നമുക്ക് പല രൂപത്തിൽ ലേഔട്ടുകൾ നിർമ്മിക്കാം. എന്നാൽ CSS 3ൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലേഔട്ട് ഫോർമാറ്റാണ് ഫ്ലെക്സ് ബോക്സ്. ഫ്ലെക്സ് ബോക്സിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഫ്ലെക്സ് കണ്ടെയ്നർ, അതേപോലെ തന്നെ ഫ്ലെക്സ് ഐറ്റം. ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഒരു എന്താണോ നമുക്ക് ലേഔട്ടിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലെക്സ് കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് ഐറ്റം എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഫ്ലെക്സ് ഐറ്റം ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് കണ്ടെയ്നറിനെ നമുക്ക് പാരന്റ് പ്രോപ്പർട്ടി എന്നും അതേപോലെ തന്നെ ഫ്ലെക്സ് ഐറ്റംസിനെ നമ്മൾ ചിൽഡ്രൻ പ്രോപ്പർട്ടി എന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ ബോഡി എന്നും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഈ ഡിവിന് നമ്മളൊരു ക്ലാസ് നെയിം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഫ്ലെക്സ് കണ്ടെയ്നർ, ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ ഞാനിതിന് ക്ലാസ് നെയിം ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇന്നറായിട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഡിവിഷനും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഈ ഡിവിന് നമ്മൾ ക്ലാസ് നെയിമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെക്സ് ഐറ്റം എന്നാണ് ക്ലാസ് നെയിമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെക്സ് ഐറ്റം. ഓക്കെ, ഇത് നമുക്കൊരു 3 ഫ്ലെക്സ് ഐറ്റം, അതായത് 3 ഐറ്റം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതൊരു 3 കോപ്പി എടുത്തിട്ട് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. 3നും നമ്മൾ ക്ലാസ് നെയിമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെക്സ് ഐറ്റം എന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള CSS നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെക്സ് കണ്ടെയ്നറിന് ആവശ്യമായിട്ടുള്ള CSS ആണ്. അപ്പോൾ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഫ്ലെക്സ് കണ്ടെയ്നർ എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ഡിസ്പ്ലേ എന്ന് ചേർത്ത് കൊടുത്തു. ഡിസ്പ്ലേ. അതിനുശേഷം നമ്മളിവിടെ വന്ന് വെബ് കിറ്റ് ഫ്ലെക്സ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഫ്ലെക്സ് രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ വെബ് കിറ്റ് ഫ്ലെക്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഡിസ്പ്ലേ എന്നുള്ളത് നമുക്കിവിടെ വന്ന് ഫ്ലെക്സ് എന്നും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഡിസ്പ്ലേ എന്നുള്ളത് ഫ്ലെക്സ് എന്നും ചേർത്ത് കൊടുക്കാം. അതേപോലെ വിഡ്ത്ത്, ഇതിന് എത്ര വിഡ്ത്താണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ വിഡ്ത്ത് 400 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇതിന് ഹൈറ്റ് എത്രയാണോ വേണ്ടത് അതും ചേർത്ത് കൊടുക്കുക. ഹൈറ്റ് ഞാനൊരു 200 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ലൈറ്റ് പിങ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കളർ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക. ചോയ്സാണ്, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തത് ഫ്ലെക്സ് കണ്ടെയ്നറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഫ്ലെക്സ് ഐറ്റംസിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെക്സ് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള CSS ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ ബ്രൗൺ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വിഡ്ത്ത് ഞാനൊരു 100 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേപോലെ ഹൈറ്റും എത്രയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഹൈറ്റും ഞാനിവിടെ വന്നൊരു 100 പിക്സലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ മാർജിൻ, ഇതിന് രണ്ട് ഈ ഫ്ലെക്സ് ഐറ്റംസിൻ്റെ ഇടയിൽ നമുക്ക് മാർജിൻ എത്ര വേണമെന്ന് തീരുമാനിക്കാനാണ് മാർജിൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ 10 പിക്സലും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്ലെക്സ് നമുക്ക് ഈ രൂപത്തിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. നമ്മളിവിടെ 3 ഫ്ലെക്സ് ഐറ്റംസ് ആണ് ചേർത്ത് കൊടുത്തത്. അതൊരു മെയിൻ കണ്ടെയ്നറിനോട് നമുക്ക് 3 ഐറ്റംസ് ആയിട്ടാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഇതിലുള്ള രൂപത്തിൽ തന്നെയാണ്, ചെറിയൊരു മാറ്റം വരുത്തിയിട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ വന്ന് ഈ CSS കോഡ് മാത്രം ഇവിടുന്ന് മാറ്റാം. ആദ്യം ചെയ്ത് ബാക്കിയുള്ള ഫ്ലെക്സ് കണ്ടെയ്നറും അതേപോലെ ഫ്ലെക്സ് ഐറ്റം 3 ഐറ്റംസും അതേ രൂപത്തിൽ തന്നെ നമുക്ക് അവിടെ വരട്ടെ. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബോഡി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണോ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഡയറക്ഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്ഷൻ ഞാൻ LTL എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. റൈറ്റ് ലെഫ്റ്റ് എന്നാണ് ഇതിൻ്റെ ഫുള്ള്. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് ഡോട്ട് ഫ്ലെക്സ് കണ്ടെയ്നർ നമുക്ക്
ക്ലാസ്സിന് നമ്മൾ ഫ്ലെക്സ് കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആദ്യം തന്നെ ഡിസ്പ്ലേ എന്നുള്ളത് നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ വെബ് കിറ്റ് ഫ്ലെക്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഡിസ്പ്ലേ എന്നുള്ളത് നമ്മളിവിടെ വന്ന് ഫ്ലെക്സ് എന്ന് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇതിന് വെടുത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെടുത്ത് ഞാനൊരു 400 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഹൈറ്റ് ഞാനൊരു 200 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ എന്താണോ കളർ നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ലൈറ്റ് പിങ്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഫ്ലെക്സ് ഐറ്റംസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെക്സ് ഐറ്റം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള CSS ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കിവിടെ വന്ന് ബ്രൗൺ എന്ന് ചേർത്ത് കൊടുത്തു. ചോയ്സ് ആണ്, എന്ത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിന് വെടുത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെടുത്ത് ഞാനിവിടെ വന്ന് 100 പിക്സൽ ചേർത്ത് കൊടുത്തു. അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഹൈറ്റ് എത്രയാണോ വേണ്ടത് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹൈറ്റ് ഞാനിവിടെ വന്ന് 100 പിക്സൽ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ രണ്ട് ഈ ഐറ്റംസിൻ്റെ ഇടയിൽ എത്ര മാർജിൻ വേണം എന്നുള്ളത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. മാർജിൻ ഞാനൊരു 10 പിക്സലും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ രൂപത്തിലായിരിക്കും. നമ്മളിവിടെ റൈറ്റ് ലെഫ്റ്റിലായിട്ട് കൊടുത്തത് കൊണ്ട് നമുക്കിത് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ നമ്മൾ RTL അതായത് റൈറ്റ് ലെഫ്റ്റിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് നമുക്ക് ഈ ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഏത് ഭാഗത്താണോ ഈ ഫ്ലെക്സ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്ലെക്സ് ഐറ്റംസും അതേപോലെ ഫ്ലെക്സ് കണ്ടെയ്നറുമാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.